ഒരു ബലിവേദിയാക്കി തിരുമുൻപിലണയുന്നു ഞങ്ങൾ. വരുമോ യാഗമേഷമായി, തരുമോ രക്ഷതൻ സൗഭാഗ്യം. ഹൃദയം ഒരു ബലിവേദിയാക്കി തിരുമുൻപിലണയുന്നു ഞങ്ങൾ. വരുമോ യാഗമേഷമായി, തരുമോ രക്ഷതൻ സൗഭാഗ്യം. അർപ്പകരായി തീരാം, അർച്ചനയായി തീരാം, സദയം വരുമോ നാഥ. അർപ്പകരായി തീരാം, അർച്ചനയായി തീരാം, സദയം വരുമോ നാഥ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, റോമൻ കത്തോലിക്ക സഭയിലെ ആരാധനാ വർഷത്തിലെ ആണ്ടുവട്ടം 22-ാം ഞായറിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സർവശക്തനായ ദൈവത്തിൻ്റെ അനന്തമായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ദിവ്യബലി അർപ്പിക്കാം. ഈശോ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ, തള്ളിപ്പറയപ്പെട്ട രാത്രിയിൽ, പരിത്യക്തനായ രാത്രിയിൽ, പീഡനങ്ങൾക്ക് ഏറ്റുകൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചൊല്ലു. കൃതജ്ഞതാസ്തോത്രം ചെയ്യുക, അതാണ് നമ്മൾ അർപ്പിക്കുന്ന ദിവ്യബലി. ഗ്രീക്ക് ഭാഷയിലെ എവുക്കരിസ്തിയ, കൃതജ്ഞതയർപ്പിക്കുക. ആ വാക്കിൽ നിന്നാണ് നമ്മുടെ ദിവ്യബലി അർപ്പണത്തിൻ്റെ യൂക്കറിസ്റ്റ് എന്ന പദമുണ്ടായത്. ദൈവത്തിന് ബലിയർപ്പിക്കുക. ഒറ്റിക്കൊടുക്കപ്പെടുമ്പോഴും അവഗണിക്കപ്പെടുമ്പോഴും നിന്ദിതനാകുമ്പോഴും പീഡിതനാകുമ്പോഴും ദൈവത്തിന് ബലിയർപ്പിക്കുക, ദൈവത്തിന് നന്ദി പറയുക. ആ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ഈ ദിവ്യബലി ആരംഭിക്കാം. ഈ ദിവ്യരഹസ്യങ്ങൾ യഥായോഗ്യം അർപ്പിക്കേണ്ടതിന്, നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ,
ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നീവർ താഴ്മയായി. ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ. സർവ്വശക്തനാം ദൈവമേ, താതനാം അങ്ങയെ വാഴ്ത്തുന്നു, ഏകർമ്മജാദേവസൂനുവേ, കർത്താവാം ശ്രീയേശുക്രിസ്തുവേ. ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ, പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമീശുവേ. അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു താനേകനാം നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവമഹത്വത്തിൽ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ബലവാനായ ദൈവമേ, നന്മയായ സകലതും അങ്ങയുടേതാണല്ലോ.
ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങേ നാമത്തോടുള്ള സ്നേഹം നിറയ്ക്കണമേ. ആധ്യാത്മിക വളർച്ചയാൽ നല്ലവയെല്ലാം ഞങ്ങളിൽ പരിപോഷിപ്പിക്കുവാനും പരിപോഷിപ്പിച്ചവ ജാഗ്രതയോടെയുള്ള പഠനത്താൽ കാത്തുപാലിക്കുവാനും അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്: കർത്താവേ, അങ്ങ് എന്നെ വഞ്ചിച്ചിരിക്കുന്നു. ഞാൻ വഞ്ചിതനായി. അങ്ങ് എന്നേക്കാൾ ശക്തനാണ്. അങ്ങ് വിജയിച്ചിരിക്കുന്നു. ദിവസം മുഴുവൻ ഞാൻ പരിഹാസപാത്രമായി. എല്ലാവരും എന്നെ അപഹസിക്കുന്നു. വായ് തുറക്കുമ്പോഴൊക്കെ അക്രമം, നാശം എന്നാണ് ഞാൻ വിളിച്ചു പറയുന്നത്. കർത്താവിൻ്റെ വചനം എനിക്ക് ഇടവിടാത്ത നിന്ദനത്തിനും പരിഹാസത്തിനും ഹേതുവായിരിക്കുന്നു. അവിടുത്തെപ്പറ്റി ഞാൻ ചിന്തിക്കുകയില്ല. അവിടുത്തെ നാമത്തിൽ മേലിൽ സംസാരിക്കുകയില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ഹൃദയത്തെ ദഹിപ്പിക്കുന്ന അഗ്നി എൻ്റെ അസ്ഥിക്കുള്ളിൽ അടച്ചിട്ടിരിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. അതിനെ അടക്കാൻ ശ്രമിച്ച് ഞാൻ തളർന്നു. എനിക്ക് സാധിക്കുന്നില്ല. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. ദൈവമേ, ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. ദൈവമേ, അവിടുന്നാണ് എൻ്റെ ദൈവം. ഞാൻ അങ്ങയെ തേടുന്നു. എൻ്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. ഉണങ്ങി വരണ്ട ഭൂമി എന്ന പോലെ എൻ്റെ ശരീരം അങ്ങയെ കാണാതെ തളരുന്നു. ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. അങ്ങയുടെ ശക്തിയും മഹത്വവും ദർശിക്കാൻ ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ വന്നു. അങ്ങയുടെ കാരുണ്യം ജീവനേക്കാൾ കാമ്യമാണ്. എൻ്റെ അധരങ്ങൾ അങ്ങയെ സ്തുതിക്കും. ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങയെ പുകഴ്ത്തും. ഞാൻ കൈകൾ ഉയർത്തി അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും. കിടക്കയിൽ ഞാൻ അങ്ങയെ ഓർക്കുകയും യാത്രീയാമങ്ങൾ അങ്ങയെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ അധരങ്ങൾ അങ്ങേക്ക് ആനന്ദഗാനം ആലപിക്കും. ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. അവിടുന്ന് എൻ്റെ സഹായമാണ്. അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ ആനന്ദിക്കും. എൻ്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു. അങ്ങയുടെ വലത്തുകൈ എന്നെ താങ്ങി നിർത്തുന്നു. ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും
വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നമ്മെ വിളിച്ചിരിക്കുന്നതെന്നറിയാൻ നമ്മുടെ ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തനിക്ക് ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്നും ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി. പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയുവാൻ തുടങ്ങി. ദൈവം കനിയട്ടെ, കർത്താവേ, ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. യേശു തിരിഞ്ഞ് പത്രോസിനോട് പറഞ്ഞു, സാത്താനെ, എൻ്റെ മുൻപിൽ നിന്ന് പോകൂ. നീ എനിക്ക് പ്രതിബന്ധമാണ്. നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നാൽ ആരെങ്കിലും എനിക്ക് വേണ്ടി സ്വജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അത് കണ്ടെത്തും. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്തു പ്രയോജനം? ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? മനുഷ്യപുത്രൻ സ്വപിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരോടൊത്ത് വരാനിരിക്കുന്നു. അപ്പോൾ അവൻ ഓരോരുത്തർക്കും താന്താങ്ങളുടെ പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, ആണ്ടുവട്ടത്തിലെ 22ാമത്തെ ഈ ഞായറാഴ്ചയിൽ നാം ഇപ്പോൾ വായിച്ചു കേട്ട ഈ സുവിശേഷ ഭാഗം പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ കഴിഞ്ഞ ഞായറാഴ്ചയിലെ സുവിശേഷം കൂടെ, അതായത് മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ, ആ ഒരു ഭാഗം കൂടെ നമ്മൾ ഈ സുവിശേഷ ഭാഗത്തോട് ചേർത്ത് വച്ച് വായിക്കണം. ഈശോ തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? അതിന് മറുപടിയായി പത്രോസ് പറയുന്നത്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്നാണ്. പത്രോസിൻ്റെ ഈ മറുപടിയിൽ ഈശോയ്ക്ക് വളരെയധികം സന്തോഷം തോന്നി. ഈശോ പത്രോസിനോട് പറയുന്നുണ്ട്, ശിമയോനെ, നീ
പത്രോസാണ്, നീ പാറയാണ്. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരായി പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ ഞാൻ നിനക്ക് നൽകും. നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിലും കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. ഈശോ വളരെയധികം വലിയ അഭിനന്ദനങ്ങൾ കൊണ്ടാണ് പത്രോസിനെ മൂടുന്നത്. പത്രോസിനെ സഭയുടെ അടിസ്ഥാന ശിലയായി പ്രഖ്യാപിച്ചു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള അധികാരങ്ങൾ പത്രോസിന് നൽകി. അതിനെ തുടർന്നാണ് ഇന്ന് നമ്മൾ വായിച്ചു കേൾക്കുന്ന സുവിശേഷ ഭാഗം അവിടെ സംഭവിക്കുന്നത്. ഈശോ ജെറുസലേമിലേക്ക് തനിക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും അവിടെ വെച്ച് താൻ നേരിടുവാൻ പോകുന്ന പീഠാനുഭവത്തെക്കുറിച്ചും നിയമജ്ഞന്മാരാലും ഫരിസേയരാലും അവഗണിക്കപ്പെടുന്നതിനെക്കുറിച്ചും കുരിശുമരണത്തെക്കുറിച്ചും തൻ്റെ ഉത്ഥാനത്തെക്കുറിച്ചും ആദ്യമായി ശിഷ്യന്മാരോട് പ്രവചിക്കുകയാണ്. തൻ്റെ സഹനവും കുരിശുമരണവും ഉത്ഥാനവും ഈശോയുടെ പെസഹ രഹസ്യത്തെക്കുറിച്ച് അവിടുന്ന് അവരോട് പറയുന്നു. എന്നാൽ ഇത് കേട്ട പത്രോസ് യേശുവിനോട് തടസ്സം പറയുവാൻ തുടങ്ങി. കർത്താവേ, ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. യേശു തിരിഞ്ഞ് പത്രോസിനോട് പറയുന്നു, സാത്താനെ, നീ എൻ്റെ മുൻപിൽ നിന്ന് മാറിപ്പോവുക. മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ 4-ാമത്തെ അധ്യായത്തിൽ ഈശോ തൻ്റെ ജ്ഞാനസ്നാനത്തിന് ശേഷം മരുഭൂമിയിലേക്ക് ഉപവാസത്തോടെ പ്രാർത്ഥിക്കുവാനായിട്ട് പോകുന്നുണ്ട്. ആ 40 ദിവസത്തിൻ്റെ അവസാനം ഈശോയ്ക്ക് സാത്താൻ്റെ പ്രലോഭനങ്ങൾ ഉണ്ടാവുകയാണ്. ആ പ്രലോഭനങ്ങളെ അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് ഈശോ സാത്താനോട് പറയുക, സാത്താനെ, നീ ദൂരെ പോവുക. ഏകദേശം അതേ വാക്കുകൾ തന്നെയാണ് ഈശോ പത്രോസിനോടും പറയുന്നത്, സാത്താനെ, നീ മാറി നിൽക്കുക. നിന്റെ വിചാരങ്ങൾ ദൈവീകമല്ല, നീ എനിക്ക് പ്രതിബന്ധമാണ്. പുതിയ നിയമത്തിൽ ഗ്രീക്ക് ഭാഷയിൽ പ്രതിബന്ധം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് സ്കാന്തലോൺ എന്ന വാക്കാണ്. അതിൻ്റെ അർത്ഥം പൊതുവായി മനസ്സിലാക്കുന്നത് പ്രതിബന്ധമായി നിൽക്കുന്ന ഒരു പാറ, അതാണ്. അപ്പോൾ ഈശോ ആദ്യം പത്രോസിനോട് പറഞ്ഞത്, പത്രോസെ, നീ പാറയാകുന്നു, നീയാകുന്ന പാറമേൽ എൻ്റെ പള്ളി ഞാൻ പണിയും, എൻ്റെ സഭ ഞാൻ പണിയും. ഇപ്പോൾ ഈശോ പറയുന്നു, പത്രോസെ, നീയാകുന്ന പാറ എനിക്കൊരു പ്രതിബന്ധമാണ് എന്നാണ്. സ്നേഹമുള്ളവരെ, നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെടും എന്ന് പറഞ്ഞ പത്രോസിനോട് തന്നെയാണ് ഈശോ പറയുക, നിന്റെ ചിന്ത സ്വർഗീയമല്ല, നിന്റെ ചിന്ത ദൈവീകമല്ല, നിന്റെ ചിന്ത ഭൗമികമാണ്. ഈ ഭൂമിയിലെ കാര്യങ്ങളിൽ മാത്രം കേന്ദ്രീകൃതമാണ്. എന്താണ് ഇവിടെ പത്രോസിൻ്റെ ദൈവികമല്ലാത്ത ചിന്ത? എന്താണ്? സഹനമില്ലാതെ, പീഠാനുഭവമില്ലാതെ, കുരിശുമരണമില്ലാതെ മഹത്വത്തിലേക്ക് വരിക. മഹത്വം ഈ സഹനമൊന്നും കൂടാതെ നേടുവാനുള്ള ഒരു കാര്യമാണ് എന്നതാണ് പത്രോസിൻ്റെ ദൈവീകമല്ലാത്ത ചിന്ത. ഭൂമിയിൽ മാത്രം കേന്ദ്രീകൃതമായ ഒരു മനസ്സിൻ്റെ ചിന്ത. അത് കേൾക്കുമ്പോഴാണ് ഈശോ പത്രോസിനെ ശകാരിക്കുന്നത്. ഈ ചിന്തയുമായി ഒരുവന് ഒരിക്കലും ക്രിസ്തുവിൻ്റെ ശിഷ്യനായിരിക്കുക സാധ്യമല്ല. ഈശോ ഉടനെ തൻ്റെ ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞുകൊണ്ട് പറയുന്നു, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ
അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. എന്നെ അനുഗമിക്കുവാനായിട്ട് നിങ്ങൾക്കുള്ള ക്വാളിഫിക്കേഷൻ അത് നിങ്ങളുടെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കുക എന്നതാണ്. എന്നെ അനുഗമിക്കുന്ന പാതയിൽ നിങ്ങൾക്ക് നേരിടുവാനുള്ള കുരിശുകളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുക എന്നതാണ് ഒരു ക്രിസ്തു ശിഷ്യൻ്റെ യഥാർത്ഥമായ അനുഭവം. എന്താണ് സ്വയം പരിത്യജിക്കുക എന്ന് പറഞ്ഞാൽ? എൻ്റെ താല്പര്യങ്ങൾ ക്രിസ്തുവിനു വേണ്ടി വേണ്ട എന്ന് വയ്ക്കുക. എൻ്റെ താല്പര്യങ്ങൾ സ്വർഗീയ മഹത്വത്തിനു വേണ്ടി വേണ്ട എന്ന് വയ്ക്കുക. എൻ്റെ താല്പര്യങ്ങൾ എൻ്റെ കുടുംബത്തിനു വേണ്ടി വേണ്ട എന്ന് വയ്ക്കുക. എൻ്റെ താല്പര്യങ്ങൾ എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി, എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ഞാൻ വേണ്ട എന്ന് വയ്ക്കുമ്പോൾ സ്വയം പരിത്യാഗത്തിൻ്റെ കുരിശിലേക്കുള്ള എൻ്റെ ദൂരം കുറഞ്ഞു വരികയാണ്. കുരിശ് ഇന്ന് നമുക്ക് രക്ഷയുടെ ചിഹ്നമാണ്. നമുക്കെല്ലാവർക്കും അറിയാം കുരിശ് എന്ന് പറഞ്ഞാൽ രക്ഷയുടെ ചിഹ്നമാണ്. പക്ഷേ ഈശോ ഇത് പറയുമ്പോൾ അത് കേൾക്കുന്ന അപ്പസ്തലന്മാർക്കും ശിഷ്യന്മാർക്കും അന്ന് കുരിശ് രക്ഷയുടെ ഒരു ചിഹ്നമായിരുന്നില്ല. കുരിശ് മരണമായിരുന്നു, കുരിശ് അപമാനമായിരുന്നു, കുരിശ് ദാരിദ്ര്യമായിരുന്നു, കുരിശ് രോഗമായിരുന്നു, ഒറ്റപ്പെടലായിരുന്നു, നിന്ദനമായിരുന്നു. നീ ഇതൊക്കെ എടുക്കുക, ഇതൊക്കെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ക്രിസ്തുവിനെ അനുഗമിക്കുവാനായി, ക്രിസ്തുവിനെ സ്നേഹിക്കുവാനായി നിനക്ക് സാധിക്കുകയില്ല എന്നാണ് ഈശോ പറയുക. സന്തോഷത്തിനു വേണ്ടിയും സമ്പത്തിനു വേണ്ടിയും അംഗീകാരത്തിനു വേണ്ടിയും സുഖത്തിനു വേണ്ടിയും എന്തും ചെയ്യുന്നവനായി മാറുന്ന ഒരുവൻ ക്രിസ്തുവിൻ്റെ ശിഷ്യനായിരിക്കുക സാധ്യമല്ല. ഇതിനേക്കാളൊക്കെ ഉപരിയായി ക്രിസ്തുവിനെ, മറ്റുള്ളവരെ, സഹോദരങ്ങളെ പ്രതിഷ്ഠിക്കുമ്പോഴാണ് നീ യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ ശിഷ്യനായി മാറുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈശോ ശിഷ്യത്വത്തെക്കുറിച്ച് പറയുന്നത് ഇതാണ്: ഈ ഭൂമിയിൽ മാത്രം കാലുറപ്പിച്ച് നിർത്തി യാത്ര ചെയ്യുന്നവൻ, ഈ ഭൂമിയെ മാത്രം നോക്കിക്കൊണ്ട് ഈ ഭൂമി മാത്രം തൻ്റെ ചിന്തയ്ക്ക് വിഷയമായി യാത്ര ചെയ്യുന്നവൻ ഒരിക്കലും ക്രിസ്തുവിൻ്റെ ശിഷ്യനായിരിക്കുക സാധ്യമല്ല. തൻ്റെ ശരീരത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവന് അവിടുത്തെ ശിഷ്യനായിരിക്കുക സാധ്യമല്ല. ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യണം. ഈ ഭൂമിയിൽ കാലുറപ്പിക്കാതെ, ഈ ഭൂമിയിൽ ശരീരമുറപ്പിക്കാതെ, ഈ ശരീരത്തിൽ മനസ്സുറപ്പിക്കാതെ, ഈ ശരീരത്തിൽ നിന്നും ഈ ഭൂമിയിൽ നിന്നും ഉയരങ്ങളിലേക്ക്, ദൈവരാജ്യത്തിലേക്ക്, സ്വർഗത്തിലേക്ക്, നിത്യജീവനിലേക്ക് കണ്ണുകളർപ്പിച്ച് യാത്ര ചെയ്യാത്ത ഒരുവനും എൻ്റെ ശിഷ്യനായിരിക്കുക സാധ്യമല്ല. ഈശോ പറയുന്നു, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് അവന് എന്തു പ്രയോജനം? ഒരുവൻ ലോകം മുഴുവൻ നേടി ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്നവൻ അവൻ ക്രിസ്തുവിൻ്റെ ശിഷ്യനായിരിക്കുക സാധ്യമല്ല. ലോകത്തെ മുഴുവനും നഷ്ടപ്പെടുത്തിയിട്ട് ആത്മാവിനെ നേടുന്നവനാരാണോ അവനാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ ശിഷ്യൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു വലിയ പ്രതിസന്ധിയുടെ, ഒരു പ്രതിബന്ധത്തിൻ്റെ കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. COVID-19 എന്ന ഈ മഹാമാരി നമ്മുടെ ഭൗതിക ജീവിതത്തിനും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്കുമൊക്കെ വലിയ പ്രതിബന്ധം സൃഷ്ടിച്ചിട്ടുണ്ട്. നമ്മുടെ ജോലി, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ ഭൗതികമായ മറ്റു സാഹചര്യങ്ങൾ എല്ലാം തന്നെ വളരെയധികം പരിതാപകരമായ പ്രതിബന്ധങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യത്തിലാണ്. തീർച്ചയായും നമുക്കതിനെക്കുറിച്ച് വലിയ വ്യാകുലതയുണ്ട്, വലിയ കാര്യം തന്നെ. അതോടൊപ്പം തന്നെ നമ്മൾ വ്യാകുലപ്പെടേണ്ട ഒരു കാര്യം കൂടെയുണ്ട്. എൻ്റെ ആത്മീയ ജീവിതത്തെക്കുറിച്ച്
എനിക്ക് എത്രമാത്രം വ്യാകുലതയുണ്ട്. ഈ ലോകത്തിലുള്ളത് മുഴുവൻ നേടിയിട്ട് എൻ്റെ ആത്മാവിനെ ഞാൻ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് എന്താണ് എനിക്ക് പ്രയോജനം? നമ്മളൊക്കെ നമ്മുടെ ഭാവിയെക്കുറിച്ച് വളരെയധികം വ്യാകുലപ്പെടുന്നവരാണ്. നമ്മുടെ കരിയറിനെ കുറിച്ച് അധികം വ്യാകുലപ്പെടുന്നവരാണ്. നമ്മുടെ മക്കളുടെ ഭാവി നമ്മളൊക്കെ പലപ്പോഴും ചോദിക്കാറുണ്ട് മക്കളോടൊക്കെ, ഇങ്ങനെ പോയാൽ നിൻ്റെ ഭാവി എന്താകും, ഇങ്ങനെ പോയാൽ നിൻ്റെ കരിയർ എന്താകും എന്നൊക്കെ ചോദിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ ഇങ്ങനെ പോയാൽ നിൻ്റെ ആത്മാവിൻ്റെ സ്ഥിതി എന്താകും എന്ന്? ഇങ്ങനെ പോയാൽ നിൻ്റെ നിത്യരക്ഷയുടെ സ്ഥിതി എന്താകും എന്ന് നമ്മുടെ മക്കളോട് ചോദിക്കുവാൻ നമ്മൾ എപ്പോഴെങ്കിലും ധൈര്യപ്പെട്ടിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മാവിനെ കുറിച്ച് ചിന്തിക്കാൻ, നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ച് ചിന്തിക്കാൻ എപ്പോഴെങ്കിലും നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ? എത്ര നാളായി നമ്മൾ എൻ്റെ ആത്മാവിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചിട്ട്, എൻ്റെ ആത്മാവിനെക്കുറിച്ച് ഒന്ന് വ്യാകുലപ്പെട്ടിട്ട്, ആത്മാവിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് കേട്ടിട്ട് എത്ര നാളായി? ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ച് ഒന്ന് കേട്ടിട്ട് എത്ര നാളായി? ഈ പ്രത്യേകമായ കാലഘട്ടത്തിൽ ആത്മീയ ജീവിതത്തെയും മതപരമായ ജീവിതത്തെയും നമ്മുടെ കൗദാശിക ജീവിതത്തെയും ഒക്കെ വളരെയധികം ചോദ്യചിഹ്നങ്ങൾക്ക് മുൻപിൽ വയ്ക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ അടിയുറച്ച വിശ്വാസത്തോടെ എൻ്റെ ആത്മാവിനെക്കുറിച്ച്, എൻ്റെ ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ച് വിശ്വാസത്തോടെ ഈ പ്രതിബന്ധമാകുന്ന പാറമേൽ ഉറച്ച ചുവടോടെ നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമോ? പത്രോസിനെ പോലെ ഈശോ തൻ്റെ സഭ പടുത്തുയർത്തുവാൻ തിരഞ്ഞെടുത്ത ആ അടിയുറച്ച വിശ്വാസത്തിൻ്റെ പാറയാണോ നമ്മൾ? അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിൽ മുന്നോട്ടുള്ള നമ്മുടെ യാത്രയെ തടസ്സപ്പെടുത്തുന്ന പ്രതിബന്ധത്തിൻ്റെ പാറയാണോ നമ്മൾ? പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ ദിവസങ്ങളിൽ പ്രത്യേകമായി നമുക്ക് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും നമ്മുടെ ആത്മാവിനെ കുറിച്ചുള്ള ഒരു ധ്യാനം, ഒരു ചിന്ത, അത് നമ്മുടെയും നമ്മുടെ കുടുംബങ്ങളിലുള്ള എല്ലാവരുടെയും, പ്രത്യേകിച്ച് നമ്മുടെ മക്കളുടെയും മനസ്സിലേക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈശോ ചോദിക്കുന്നു, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്താണ് പ്രയോജനം? സ്നേഹപിതാവായ ദൈവമേ, പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷൻ ജോസഫ് പിതാവിനെയും മറ്റെല്ലാ അജപാലകരെയും ദൈവജനത്തെ വിശ്വാസ ജീവിതത്തിൽ ആഴപ്പെട്ടവരായി വളർത്തിക്കൊണ്ടുവരുവാനുള്ള കൃപയും ആത്മാവിൻ്റെ അഭിഷേകവും നൽകി ധന്യരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന് അരുൾ ചെയ്ത ദൈവമേ, ലോകമെമ്പാടും കൊറോണ എന്ന മഹാമാരിയിൽ അകപ്പെട്ടിരിക്കുന്ന ഈ വേളയിൽ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ സുഖപ്പെടുത്തണമേ എന്നും. അതുപോലെ രോഗികളായി ആസ്പത്രികളിലും വീടുകളിലും മറ്റും കഴിയുന്ന എല്ലാ രോഗികളെയും സുഖപ്പെടുത്തണമേ എന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എല്ലാ നന്മകളുടെയും ദാതാവായ ദൈവമേ, ഈ മഹാമാരിയുടെ കാലത്ത് ജോലിയില്ലായ്മ മൂലവും സാമ്പത്തികമായ ക്ലേശം മൂലവും കഷ്ടത അനുഭവിക്കുന്ന മക്കളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. നിരാശപ്പെടാതെ അങ്ങിൽ മാത്രം ശരണം വെച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ അവരെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശും ചുമന്നുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന് അരുൾ ചെയ്ത സ്നേഹനാഥ, ജീവിതത്തിലുണ്ടാകുന്ന കുരിശുകളെ സന്തോഷത്തോടെ സ്വീകരിച്ച് യഥാർത്ഥ ക്രിസ്തു ശിഷ്യരായി തീരുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സകല വിശ്വാസികളുടെയും സ്രഷ്ടാവും രക്ഷിതാവുമായ ദൈവമേ, ഈ ലോകത്തിൽ നിന്ന് വിളിക്കുവാൻ തിരുവുള്ളമായ അങ്ങേ ദാസന്മാരുടെയും ദാസിമാരുടെയും ആത്മാവിനെ അങ്ങ് സ്വീകരിക്കണമേ. ജീവിച്ചിരുന്ന കാലത്ത് അവർ ചെയ്ത തെറ്റുകൾ ക്ഷമിച്ച് അവരുടെ ആത്മാക്കൾക്ക് തണുപ്പും രക്ഷയും ആകാശമോക്ഷവും നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കൊരുമിച്ച് നമ്മുടെ വിശ്വാസം ഏറ്റുപറയാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, ദൈവപിതാവിൻ്റെ പ്രിയ മക്കളായ നമുക്ക് ദൈവസന്നിധിയിൽ പ്രത്യേകമായി പ്രാർത്ഥനകൾ അർപ്പിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ പിതാവായ ദൈവം സ്നേഹപൂർവ്വം ശ്രവിക്കുകയും നമ്മെ അനുഗ്രഹങ്ങൾ കൊണ്ട് ധന്യരാക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അങ്ങയുടെ പുത്രനിലൂടെ ഞങ്ങൾക്ക് നൽകിയ രക്ഷയെക്കുറിച്ച് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയും ഞങ്ങളുടെ ആത്മാവിനെ എന്നും ആ രക്ഷ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുവാൻ പ്രാപ്തരാക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. എൻ്റെ നല്ല ദൈവമേ, കാഴ്ചയായി ഞാനേകുന്നു എന്നെയും എൻ സർവവും നിന്റെ മുൻപിലായിതാ സ്വീകരിക്കണമേ പ്രഭോ. in
നിന്റെ മുൻപിലായിതാ സ്വീകരിക്കണമേ പ്രഭോ. കാറ്റിലുലയും തോണി പോലൻ ജീവിതം വലയും വേളയിൽ നീ സാന്ത്വനം നൽകാൻ വരേണമേ. കാറ്റിലുലയും തോണി പോലെ ജീവിതം വലയും വേളയിൽ നീ സാന്ത്വനം നൽകാൻ വരേണമേ. നിൻ കൈകളിൽ എൻ ജീവിതം നൽകുന്നു ഞാൻ എൻ ദൈവമേ. ജീവിതത്തിൻ ദുഃഖവേളയിൽ നിൻ സ്നേഹമെന്നിൽ ചൊരിയണേ. വന്നിരാശകൾ ദൂരെ അകറ്റുന്ന എൻ സ്നേഹരൂപനേ. ഇസ്രായേലിൻ നായക എൻ്റെ നല്ല ദൈവമേ, കാഴ്ചയായി ഞാനേകുന്നു എന്നെയും എൻ സർവവും നിന്റെ മുൻപിലായിതാ സ്വീകരിക്കണമേ പ്രഭോ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഈ ദിവ്യാർപ്പണം ഞങ്ങൾക്കെപ്പോഴും രക്ഷയുടെ അനുഗ്രഹം പ്രദാനം ചെയ്യട്ടെ. അങ്ങനെ ദിവ്യരഹസ്യത്താൽ അനുഷ്ഠിക്കുന്നത് ശക്തിയാൽ നിറവേറുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്ന് ലോകത്തിലെ എല്ലാ വസ്തുക്കളും നിർമ്മിക്കുകയും കാലങ്ങളുടെ വിവിധ മാറ്റങ്ങൾ ക്രമപ്പെടുത്തുകയും ചെയ്തു. യഥാർത്ഥത്തിൽ അങ്ങേ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും സർവ അത്ഭുത പ്രതിഭാസങ്ങളും അവന് അധീനമാക്കുകയും ചെയ്തു. അങ്ങനെ അങ്ങ് സൃഷ്ടിച്ച എല്ലാറ്റിൻ്റെയും മേൽ അവൻ ഭരണം നടത്തുകയും അങ്ങേ വിസ്മയനീയമായ പ്രവൃത്തികളിൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി അങ്ങയെ നിരന്തരം പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. ആകയാൽ ഞങ്ങളും എല്ലാ മാലാഖമാരോടുമൊപ്പം അങ്ങയെ സ്തുതിച്ചുകൊണ്ട് ആഹ്ലാദപൂർവകമായ ആഘോഷത്തോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം
ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമുചിതമായി അങ്ങയെ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായ ഒരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവേ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കുവാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൽ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കനിയണമേ. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തിരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ചാണല്ലോ ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നത്. എന്തെന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രൻ്റെ രക്ഷാകരമായ പീഠാസഹനവും
മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൺ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരുവാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായൊരു കാണിക്കയാക്കി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്കും ലഭിക്കുവാനിടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പൊസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോർജിനോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മാധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ഈ ബലി സർവ്വലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാനിടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലിത്തയോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കനിയണമേ. അങ്ങേ തിരുമുൻപിൽ നിൽക്കുവാൻ അങ്ങ് തിരുവുള്ളമായ ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടരുളേണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മൃതിയടഞ്ഞ സഹോദരരെയും അങ്ങയെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ എല്ലാ നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും
എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. Corpus sanguinis Christi in custodis ad vitam aeterna. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ മേശയുടെ അപ്പത്താൽ പരിഭൂഷിതരായി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഹോദരരിൽ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങൾ പ്രചോദിപ്പിക്കപ്പെടുമ്പോഴെല്ലാം സ്നേഹത്തിൻ്റെ ഈ ഭോജനം ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരീകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. എല്ലാ സമാശ്വാസത്തിൻ്റെയും ദൈവം നിങ്ങളുടെ ദിനങ്ങൾ തൻ്റെ സമാധാനത്തിൽ ക്രമപ്പെടുത്തുകയും
തൻ്റെ അനുഗ്രഹത്തിൻ്റെ ദാനം നിങ്ങൾക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. അവിടുന്ന് നിങ്ങളെ എല്ലാ അസ്വസ്ഥതകളിലും നിന്ന് എപ്പോഴും മോചിപ്പിക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങൾ തൻ്റെ സ്നേഹത്തിൽ ഉറപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. പ്രത്യാശയുടെയും വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ദാനങ്ങളാൽ സമ്പന്നരാകുവാനും സൽപ്രവൃത്തികളിൽ വ്യാപൃതരായി ഈ ലോകജീവിതം നയിക്കുവാനും സന്തോഷത്തോടെ നിത്യജീവിതത്തിൽ എത്തിച്ചേരുവാനും നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.